നമ്മൾ ഉണ്ടെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞു ഒരു 25 വരെ അതൊക്കെ മാസത്തിൽ അടക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും അല്ലേ. ഒരു ജനുവരി കഴിഞ്ഞാൽ ഒരു ബാധ്യത കഴിഞ്ഞിട്ട് ഫെബ്രുവരി 1-ാം തീയതി നിങ്ങൾ വന്നോ, നമ്മൾക്ക് മലമറിച്ചേക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ഫീലിംഗ് നമുക്കൊരു നന്ദി രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, ഫീൽഡിലാണ്. അപ്പൊ നമ്മളിപ്പോ കേട്ട കാര്യങ്ങള് നമ്മൾ 3 ദിവസത്തിന്റെ ഉള്ളില് പ്രാവർത്തികമാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഫീൽഡിൽ പോയിട്ട് ഒരു 10 പേരോടെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം, നമ്മളത് മറക്കും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങള് കുറെ എന്നെ പ്രത്യേകിച്ച് പറയുമെങ്കിൽ എനിക്ക് കുറച്ച് മടി കൂടുതലാണ്. അത് ആശുപത്രി തന്നെ പറയാറുണ്ട്, ഇറങ്ങി ചെല്ലണം. പക്ഷെ എനിക്ക് എന്ത് പറഞ്ഞു പോകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ സാറിനെ ക്ലാസ്സിനൊക്കെ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. സ്ഥിരം സംവിധാനമാണ് ഈ കാഞ്ഞങ്ങാട് LIC ഓഫീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് ഓൺ ബിൽഡിംഗ് ഉള്ള ഒരു ധനകാര്യ സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഇസാഫിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ, വലിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ളതാണ് അല്ലെ. SBI പോലെയുള്ള ബാങ്കുകളും ഒക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ഥാപനങ്ങളെല്ലാം വാടക ഏജന്റ് സുഹൃത്തുക്കളുള്ള ഒരു ബ്രാഞ്ചാണ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് എന്ന് പറയുന്നത്. LICയിലെ ക്ലബ് അംഗങ്ങളുടെ കാര്യം, ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിന്റെ കൂടുതൽ ഏറ്റവും ഉയർന്ന ക്ലബ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ക്ലബ് എന്ന് പറയും. കോർപ്പറേറ്റ് ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള 2 ഏജന്റ് സുഹൃത്തുക്കൾ നമ്മുടെ ബ്രാഞ്ചിലുണ്ട്. ശ്രീ VM ജോസഫ്, അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാ മാസവും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അതേപോലെ പഴയൊരു മത്സരത്തിൽ വിജയിച്ച അങ്കിത്തൊക്കെ ഉള്ളൊരു ടീച്ചറാണ്. അത് വാങ്ങിക്കാൻ എല്ലാവരും വരണം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഞാനെല്ലാം സാറും